ഒരു അടിപൊളി സാധനം കണ്ടോ. വളരെ പഴക്കമുള്ള ഒരു മിനി പ്രൊജക്ടറാണത്. ഈ പ്രൊജക്ടർ ഒരാളുടെ കൈവശം ഇരുന്നതാണത്. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുള്ളായിരുന്നു. പഴയ കാലത്തെയാണ് ചെറിയ സൈസ് ഫിലിം ഇട്ടാണ് ഇത് കറക്കി ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ തുറന്നു വെച്ചിരിക്കുവാണ്. ഇത് തുറന്നു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള സൗണ്ട് ഇച്ചിരി ക്ലിയർ അല്ലാണ്ട് വന്നു. അപ്പോൾ ആ സൗണ്ട് ബാക്കി പിക്ചർ കാണുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ സൗണ്ടിന് അത്ര ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് അഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇത് അഴിച്ച കഴിഞ്ഞപ്പോഴത്തേക്കാണ് നല്ല വെയിറ്റുള്ളൊരു സാധനം. ഇത് അഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനകത്തുള്ള മെക്കാനിസം കണ്ട് നമ്മൾ അന്തം വിട്ടുപോയി. മിനി പ്രൊജക്ടറാണ്, നമുക്ക് കൈകൊണ്ട് തൂക്കിപ്പിച്ച് നടക്കാവുന്നതാണ്. നല്ല അതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു 5-6 റീല് പടങ്ങളും കൂടെ ഫിലിം ഒരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ നല്ല ഫിലിമുകൾ നല്ല പുത്തം പോലെ കിട്ടുന്നു. ഇത് നല്ലൊരു ബോക്സിലാണ് കൊടുക്കുന്നത്. ഒരു കാരണവശാലും തണുപ്പടിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ. ഇത് വിദേശ സാധനമാണ്, ജർമ്മനിയുടെ സാധനമാണ്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ക്യാമ്പസ് ക്രൂസൈഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ട് ബോക്സ് ഉണ്ട്, എൻ്റെ താഴെ ഇരിക്കുന്ന ബോക്സ്. ഇതിലൊരു തണുപ്പടിക്കാണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ശബ്ദം ക്ലിയർ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അഴിച്ചു. ബാക്കി പടം കാണുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പം നിലവിൽ നമ്മളതിൻ്റെ റീലിൻ്റെ പടം നമ്മളിത് ചുറ്റി വരണമെങ്കിൽ വളരെ താമസമുണ്ട്. അതിനകത്തു കൂടെ എല്ലാം ഇതിന് താഴെ കാണുന്ന പച്ചക്കറത്തിൻ്റെ ഉള്ള റീലിൻ്റെ ഇടവഴി എല്ലാം ഇത് ചുറ്റിച്ച് ലെൻസിൻ്റെ അതിലെ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് പിക്ചർ കാണാൻ പറ്റൂ. നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് നമ്മളത് ഫിലിമിൽ ചുറ്റിടുന്നത്. ഇപ്പോൾ ലെൻസ് ഉണ്ട്. ഇതിൻ്റെ ലെൻസ് എന്നുള്ളത് നമ്മൾ ഭിത്തിയിലോട്ടാണ് അത് അടിക്കുന്നത്. കണ്ടോ, ഭിത്തിയിലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് അടിക്കുന്നതേ ഉള്ളൂ. നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ വെട്ടം മിന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അത് കറക്റ്റാക്കി വെക്കാത്തതുകൊണ്ടാണ്. ഇതൊക്കെ കറക്റ്റ് പറഞ്ഞാണ് ഫിലിം ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് പിക്ചർ കിട്ടും. അതിനകത്തുള്ള ലെൻസും അതിനകത്തുള്ള ബൾബും ഒക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ് ഇപ്പോഴും. അതാണ് ഈ സാധനത്തിൻ്റെ പ്രത്യേകത. ഒരു കുഴപ്പമില്ലാണ്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഈ കാണുന്ന കമ്പനിയാണ് ഇതിൻ്റെത്. നല്ല കമ്പനിയാണ് കേട്ടോ. കാരണം വെച്ചാൽ യാതൊരു പൊടിപൊടലോ ഇത്ര വർഷം പഴക്കമുണ്ടെങ്കിൽ പോലും ഒരു പൂപ്പലോ ഒന്നും പിടിക്കാതെ ആ സാധനം അതുപോലെ തന്നെ ആ ബോക്സിൽ സൂക്ഷിച്ച് വെച്ചാൽ അതുപോലെ തന്നെ ഇരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം അഴിച്ചെടുത്തത്. ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടുതൽ തന്നെ 2 സ്റ്റീരിയോടെ ട്യൂട്ടറോട് കൂടി മിഡ് റേഞ്ചോട് കൂടി 2 ബോക്സും കൂടെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതിൻ്റെ പഴക്കം കണ്ടോ, നമ്മൾ നോക്കുമ്പോൾ തന്നെ എൻ്റെ പഴക്കം മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ലും മറ്റുമൊക്കെ അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ അഴിഞ്ഞു പോയി. ഇതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ബോക്സ്, അത് തുറക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഇതിനകത്തേക്കാണ് നമ്മൾ ഈ മിനി പ്രൊജക്ടർ ഇറക്കി വെക്കുന്നത്. ഇതിനകത്തേക്കാണ് തണുപ്പടിക്കാണ്ടിരിക്കുന്ന സംവിധാനമൊക്കെ ഉണ്ട്. ഫിലിമിൻ്റെ റീലുകൾ ഇട്ട് വെക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറമെ. ഇതിപ്പോൾ നമ്മളിപ്പം ഓണാക്കി കറക്കി വിട്ട് ഇപ്പറേ നമ്മൾ ഫിലിമിൻ്റെ ഇത് റീല് ചുറ്റിയിട്ടില്ല. ഒക്കെ ചുറ്റി പറഞ്ഞെങ്കിൽ താമസമുള്ളതുകൊണ്ട് നമ്മൾ ചുറ്റിയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് ഓപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പടം കാണാൻ പറ്റും. നമ്മൾ പടം കാണുന്നതിനേക്കാൾ ഉപരി നമ്മൾ വിൻറ്റേജ് ആയിട്ടുള്ളൊരു ഉപകരണമാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മിനി പ്രൊജക്ടർ നമ്മൾ വീട്ടിൽ പ്രവർത്തിപ്പിക്കത്തക്ക രീതിയിൽ കിട്ടിയതുകൊണ്ട് നമ്മളത് പ്രവർത്തിപ്പിച്ചൊന്ന് കാണിക്കുന്നതാണ്. പടം ഇട്ടുള്ളത് പിന്നീട് ഇതിൻ്റെ മെക്കാനിസവും സൗണ്ടും എല്ലാം ശരിയാക്കിയതിന് ശേഷം നമ്മളിതിൻ്റെ വിശദമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ ഉള്ളൊരു കണ്ടീഷനിൽ നമ്മളിതൊന്ന് വെച്ച് വർക്ക് ചെയ്ത് കാണുവാണ്. അപ്പോൾ ഇതിന് തന്നെയുള്ള ഒരു ബോക്സും സ്പീക്കറൊക്കെ നല്ല വാട്സിലുള്ള സൗണ്ടാണ്. 100-200 വാട്സിൻ്റെ ശബ്ദം ഇതിനകത്തുനിന്ന് തന്നെ നമുക്ക് സ്റ്റീരിയോ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ കാണുന്ന റീലേ കൂടെ ഇതിലേക്കാണ് നമ്മൾ ഫിലിം അതിൻ്റെ വെളുപ്പൊക്കെ കണ്ടോ, അതിലേക്കാണ് നമ്മളിതിൻ്റെ ഫിലിം ചുറ്റിയെടുക്കേണ്ടത്. അനേക സ്ഥലങ്ങളിൽ കൂടി ഈ ഫിലിം കയറി ഇറങ്ങി ചുറ്റിക്കറങ്ങി വേണം മറു സൈഡിലോട്ടെത്താൻ. അങ്ങനെയാണിത്. ഇത് നല്ല പടവും ശബ്ദവും കൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തു കൂടെ പല ഉപകരണങ്ങളും കൂടെ. ഇതിൻ്റെ ബോക്സ് നമ്മൾ നോക്കുന്ന സമയത്തുണ്ടോ നമുക്കിതിൻ്റെ സ്പെയറൊക്കെ അതിൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സൗണ്ട് ബോക്സിൻ്റെ മുകൾ വശവും കൂടെ നമുക്ക് തുറന്ന് നമുക്ക് ഇതിനകത്തേക്ക് സാധനങ്ങളൊക്കെ ഇറക്കി വെക്കാമെന്നുള്ളതാണ്. അവിടെ ചെറിയൊരു പടി പോലെയുണ്ട്, നമ്മളെടുത്ത് വെച്ചിരിക്കുവാണ്. ഇതിനകത്ത് ഈ സൗണ്ട് ബോക്സിനകത്ത് നമുക്ക് അത്യാവശ്യം ചെറിയ സാധനങ്ങളും വയറുകളും ഒക്കെ ഇതിനകത്ത് ഇട്ടുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ആ രീതിക്കാണ് കമ്പനിക്കാർ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് മറ്റുള്ള ഉപയോഗത്തിനും കൂടെ നമുക്ക് ഈ ബോക്സ് ഉപയോഗിക്കാം. അങ്ങനെ അടിപൊളിയായിട്ടുള്ള മീൻ പ്രൊജക്റ്റാണ് നമ്മളിപ്പോൾ കണ്ടത്.